സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ മരണത്തിന് ശേഷം ഏതാണ്ട് 149 വർഷക്കാലം അടച്ചു കിടന്നിരുന്ന പുത്തൻമാളിക അഥവാ കുതിരമാളികയിലോട്ടായിരുന്നു പോയിരുന്നത്. ഈ കോമ്പൗണ്ടിലായിട്ട് തന്നെ ഒരു ആർട്ട് ഗ്യാലറിയും ഉണ്ട്. എൻട്രി ഫീസ് എടുക്കുന്ന സമയത്ത് അതിന് പ്രത്യേകം പാസ് എടുക്കണം. ആർട്ട് ഗ്യാലറി ആയിരുന്നു ആദ്യം കണ്ടിറങ്ങിയത്. അകത്ത് വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. ലെഫ്റ്റ് സൈഡിലുള്ള പാതയിലൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്തിച്ചേരുന്നത് കുതിരമാളികയിലേക്കാണ്. തഞ്ചാവൂരിൽ നിന്നുള്ള 5000 ശില്പികൾ 4 വർഷക്കാലം കൊണ്ട് പണിതതാണ് കുതിരമാളിക. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷം മാത്രമേ സ്വാതി തിരുനാൾ മഹാരാജാവ് ഇവിടെ താമസിച്ചിട്ടുള്ളൂ. അതിനുശേഷം ആരും ഇവിടെ താമസിച്ചിട്ടില്ല. 25 ആനക്കൊമ്പുകൾ കൊണ്ടുണ്ടാക്കിയ സിംഹാസനവും ചെക്കോസ്ലോവാക്യൻ ഗവൺമെന്റ് കൊടുത്ത ക്രിസ്റ്റൽ ത്രോണും ഇതിൽ പ്രത്യേകതയുള്ളതാണ്. ആ റൂഫ് എഡ്ജിലായിട്ട് കാണപ്പെടുന്ന 122 കുതിരകളുടെ തടിയിൽ തീർത്ത ശില്പങ്ങൾ കാരണമാണ് പുത്തൻമാളിക എന്നുള്ള പേര് കുതിരമാളികയിലേക്ക് ആവാൻ കാരണം. അവിടെ നിന്നുള്ള എക്സിറ്റ് പോയിന്റ് എത്തിച്ചേരുന്നത് പത്മനാഭ സ്വാമി ടെമ്പിളിന്റെ എൻട്രിയിലേക്കാണ്. അവിടെ നിന്ന് നമുക്ക് തിരിച്ചും എൻട്രൻസ് ഉണ്ട്. ഇതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മേത്തൻ മണിയും കാണാം. ഇതൊരു വിംസിക്കൽ ക്ലോക്ക് ആണെന്ന് പറയാം. ഓരോ മണിക്കൂറും 2 മുട്ടനാടുകൾ വന്നിട്ട് ഒരു ബേർഡഡ് മാനിനെ വന്ന് ഇടിക്കുന്നത്, അതിന്റെ ചീക്സിൽ വന്നിട്ട് ഇടിക്കുന്നതായിട്ടാണ് ഈ ഒരു മേത്തൻ മണി. ചിത്രക്കുളത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മേത്തൻ മണി കാണാം. 1 മണിയാണെങ്കിൽ ഒറ്റ തവണ, 2 മണിയാണെങ്കിൽ 2 തവണ, 3 മണിക്ക് 3 തവണ, അങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്.